ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് വരെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ സിലബസിലുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നാച്ചുറൽ സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് പഠിക്കാനുണ്ട്. പിന്നെ മാക്രോ എക്കണോമിക് മോഡൽസ്, പിന്നെ ടൈപ്സ് ഓഫ് വേരിയബിൾ, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, എൻഡോജീനിയസ്, എക്സോജീനിയസ്, എക്സ് ആൻഡ് എക്സ്പോസ്റ്റ്, സ്റ്റാറ്റിക്, ഡൈനാമിക്, ഇക്വിലിബ്രിയം, ഡിസിക്വിലിബ്രിയം ആൻഡ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട്. ഇത്രയും കോൺസെപ്റ്റാണ് ഇന്ന് നമ്മൾ ഈ ഒരു സിലബസിൽ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, നാച്ചുർ ആൻഡ് സ്കോപ്പ്. അപ്പം നമുക്കറിയാം മൈക്രോ എക്കണോമിക്സിനെ അപേക്ഷിച്ചിടത്തോളം ആഗ്രിഗേറ്റ് ആണ്. അതുപോലെ അത് മൈക്രോ എക്കണോമിക്സ് നമ്മളിൽ സ്മോൾ യൂണിറ്റ്സ് ആണ് പഠിച്ചതെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ കുറച്ചുകൂടി ആഗ്രിഗേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. സ്റ്റഡി ഓഫ് ഇൻകം തിയറി, സ്റ്റഡി ആസ് എ ഹോൾ. മാക്രോ മീൻസ് ലാർജ്. പിന്നെ ഇവിടെ നമ്മൾ നാഷണൽ ഇൻകം, പ്രൈസ് ലെവൽ, ജനറൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പോളിസി ഫോർമുലേഷൻ അനാലിസിസ്, സോൾവിങ് ഇക്കണോമിക് ഇഷ്യൂസ്, അങ്ങനെ ഉള്ള പല കാര്യങ്ങളാണ് ഈ ഒരു മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച മൈക്രോ തമ്മിലുള്ള ഡിഫറൻസിലെ മാക്രോൻ്റെ ആ ഒരു ഏഗ്രഗേഷനും അതിലെ സ്കോപ്പും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറൽ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന സ്ഥലം ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. നമുക്കറിയാം മാക്രോ എക്കണോമിക്സ് നമ്മൾ കുറച്ചുകൂടി വൈഡായിട്ടാണ് പഠിക്കുന്നതെന്ന്. പക്ഷേ ഈ വൈഡായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൽ പലതും ഒരേപോലെ അല്ലെങ്കിൽ ഒരു ഹോമോജീനിയസിലായിട്ടാണ് പഠിക്കുന്നത്. എല്ലാ കൺസ്യൂമേഴ്സിനും ഒരുപോലത്തെ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയാണ് പഠിക്കുന്നത്. എന്നാൽ റിയലായിട്ട് നമ്മൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് പോകുമ്പോൾ ഓരോ കൺസ്യൂമേഴ്സും ഓരോ വേയിലാണ് കൺസംഷൻ നടത്തുന്നതും ഓലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു വലിയ ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടിരുന്നത് എക്സസീവ് ജനറലൈസേഷൻ, മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് നാഷണൽ ആഗ്രിഗേറ്റ്സ്, ഡിഫറെൻറ്റ് വിത്തിൻ ആഗ്രിഗേറ്റ്സ് ദംസെൽവ്സ്. അപ്പോൾ ഇതൊക്കെ മാക്രോ എക്കണോമിക്സിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മാക്രോ എക്കണോമിക്സിൻ്റെ ലിമിറ്റേഷൻസ് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് മാക്രോ എക്കണോമിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക്സിൻ്റെ സ്കോപ്പും നാച്ചുറും ലിമിറ്റേഷൻസും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത് വന്നിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്രോ എക്കണോമിക് മോഡലാണ്. മാക്രോ എക്കണോമിക് മോഡൽ ഈസ് എ അബ്സ്ട്രാക്ഷൻ ഫ്രം ദ റിയൽ വേൾഡ്. ഇറ്റ് ഈസ് എ ടൂൾ യൂസ്ഡ് ടു അനലൈസ് എൻ ഇക്കണോമിക് ഫിനോമിന ആൻഡ് പ്രഡിക്റ്റ് ദ വാല്യൂസ്. ഓക്കെ, അപ്പോൾ മാക്രോ എക്കണോമിക്സിൽ മോഡൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റിയൽ വേൾഡിൽ നിന്ന് ഒരു കാര്യത്തിനെ എടുക്കും. എന്ന് വെച്ചാൽ സെലക്ടിങ് ദ മാക്രോ എക്കണോമിക് വേരിയബിൾ. ഒരു വേരിയബിൾ സെലക്ട് ചെയ്തിട്ട് ആ വേരിയബിളിന് സർട്ടൻ ഡിഫിനിഷൻസ് ഒക്കെ നൽകിയിട്ട് അതിനെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ നൽകിയിട്ട് നമ്മൾ കുറച്ച് അസംഷൻസ് ഒക്കെ ചെയ്തിട്ട് ഒരു ടൂളായിട്ട് കുറച്ച് വർക്കായിട്ട് ചെയ്തിട്ട് ഒരു മാക്രോ എക്കണോമിക് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് മാക്രോ എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ എക്സാമ്പിളായിട്ട് ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ, അഗ്രഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആണ് നോക്കുന്നത്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ. അപ്പോൾ സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം വെച്ച് അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ നമ്മൾ അതൊരു പോയിൻ്റ് ഓഫ് ടൈം, ആ ഒരു പ്രോഫിറ്റിൻ്റെ ആ ഒരു സമയത്തേക്കാണ് വെക്കുന്നത്. എന്നാൽ ഒരു ലേബർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം അയാൾക്ക് സാലറി അല്ലെങ്കിൽ മാസം അല്ലെങ്കിൽ 1 വീക്കെൻഡ് ആയിട്ട് നമ്മൾ അയാൾക്ക് പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ ഇങ്ങനെ പീരീഡ് ഓഫ് ടൈം വെച്ചിട്ടുള്ളതിനെ ഫ്ലോ എന്നും ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ വെച്ചിട്ടുള്ളതിനെ സ്റ്റോക്ക് എന്നും പറയുന്നത്. അടുത്തത് എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ് വേരിയബിൾ എന്നാണ്. എൻഡോജീനിയസ് വേരിയബിൾ എന്ന് വെച്ചാൽ വിത്തിൻ ദ മോഡൽ ആൻഡ് എക്സോജീനിയസ് വേരിയബിൾ മീൻസ് ഔട്ട്സൈഡ് ദ മോഡൽ. ഇവിടെ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഡി എക്സിൻ്റെ വാല്യൂ ആണ് ഫംഗ്ഷൻ ഓഫ് പി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകിയിട്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡി എക്സിൻ്റെ വാല്യൂ ഈ മോഡലിനുള്ളിൽ തന്നെയുണ്ട്. എന്നാൽ ഈ പി എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പി എന്ന കമ്മോഡിറ്റീൻ്റെ വാല്യൂ ഉള്ളത് പുറത്താണ്. അപ്പോൾ അതാണ് ഇൻസൈഡ് ദ മോഡൽ ആൻഡ് ഔട്ട്സൈഡ് ദ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ് ആൻഡ് എക്സ് പോസ്റ്റ്. എക്സ് ആൻഡ് എന്ന് വെച്ചാൽ പ്ലാനിങ് ഓർ ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ സിറ്റുവേഷൻ. ഭാവിയിൽ നമുക്ക്
വരാൻ പോകുന്ന കാര്യങ്ങൾ ബിഫോർ ദ ഇവൻ്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ ഇത്ര ലഭിക്കുമെന്നൊക്കെ നമ്മൾ നമ്മൾ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതിനാണ് എക്സാൻഡ് എന്ന് പറയുന്നത്. എക്സ്പോസ്റ്റ് എന്ന് വെച്ചാൽ ദ ആക്ച്വൽ സിറ്റുവേഷൻ, ആക്ച്വലായിട്ട് എന്താണോ അവിടെ നടന്നത് അതാണ് എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാറ്റിക് അനാലിസിസ് ആണ്. ഇക്കണോമി ഈസ് എ സ്റ്റഡി അറ്റ് പെർട്ടിക്കുലർ point in time as the economy is stand still at the moment. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇക്കോണമിയിൽ ഔട്ട്പുട്ടുകൾ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഇൻകം എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ കമ്പാരിറ്റീവ് സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് വെച്ചാൽ അതൊരു ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈം വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ദാറ്റ് സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ അറ്റ് ടു ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ടൈം. പിന്നെ അടുത്ത് വന്നത് ഡൈനാമിക് അനാലിസിസ് ആണ്. ഇക്കണോമിക് ഫിനോമിന ഈസ് സ്റ്റഡിയിങ് അണ്ടർ ചേഞ്ചിങ് കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം ഡൈനാമിക് എന്ന് വെച്ചാൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്കണോമിക് കണ്ടീഷനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തത് ഇക്വിലിബ്രിയം ആൻഡ് ഡിസ്ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം മീൻസ് ഈക്വൽ ബാലൻസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ മൈക്രോയിലും മാക്രോയിലൊക്കെ പഠിക്കുകയാണ്, ഒരു ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് സപ്ലൈ, അങ്ങനെ ഒരുപോലെ ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിൻറ്റിനെയാണ്, അല്ലെങ്കിൽ കൺസ്യൂമർ, നമ്മൾ മൈക്രോയിൽ പറയുകയാണെങ്കിൽ കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ഇക്വിലിബ്രിയം നേരെ ഓപ്പോസിറ്റാണ്. രണ്ട് വേരിയബിൾസും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. This equilibrium, two opposing forces are in imbalance in the economy. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ ടു സെക്ടർ ഇക്കോണമിയാണ്. അപ്പോൾ ടു സെക്ടർ ഇക്കോണമിയിൽ നമുക്കറിയാം ഇവിടെ ഹൗസ് ഹോൾഡും ഫേംസും മാത്രമാണുള്ളത്. യാതൊരുവിധ ഇൻ്റർവെൻഷനും ഇല്ല, ഗവൺമെൻറ്റോ അതുപോലെ ഫോറിൻ സെക്ടേഴ്സ് ഒന്നും ഇതിലില്ല. ഇവിടെ ആകെപ്പാടെ ഉള്ളത് ഹൗസ് ഹോൾഡും ഫേംസും ഉണ്ട്. അപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുള്ള ഫാക്ടർ സർവീസസ് ലൈക്ക് ലാൻഡ്, നമ്മുടെ കയ്യിൽ ഭൂമികളുണ്ടാവും, അതുപോലെ നമ്മുടെ കയ്യിൽ ലേബർ ഉണ്ടാവും, സ്കിൽഡ് ലേബേഴ്സ് ഉണ്ടാവും, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുണ്ട്. ഈ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ഹൗസ് ഹോൾഡ് ഫേംസിനേക്ക് കൊടുക്കും. ഈ കൊടുക്കുന്ന സമയത്ത് റെൻറ്റ്, ഇൻട്രസ്റ്റ്, വേജ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യും, ഫേംസ് തിരിച്ച് ഹൗസ് ഹോൾഡിനായിട്ട് നൽകുന്നു. അതുപോലെ ഈ ഹൗസ് ഹോൾഡ് നൽകിയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫാക്ടർ സർവീസസ് ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് ഫേംസ് പകരം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് ഹൗസ് ഹോൾഡിന് നൽകുന്നു. ഇതിന് പകരമായിട്ട് അവർ ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന് ആവശ്യമായിട്ടുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫേംസിന് നൽകുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു സർക്കുലർ ഫ്ലോയിൽ വരുന്നത്. ഹൗസ് ഹോൾഡ് അവരുടെ ഫാക്ടർ സർവീസസ് ഫേംസിന് നൽകി, അത് ഇൻപുട്ടായി സ്വീകരിച്ച് ഫേംസ് ഹൗസ് ഹോൾഡിന് നൽകുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ദ റിയൽ ഫ്ലോ ഓഫ് ദിസ് ഇക്കോണമി. ആൻഡ് ഫേംസ് നൽകിയ ഫാക്ടർ പേയ്മെൻറ്റ്സ് അഥവാ ഫാക്ടർ സർവീസസിന് പകരമായിട്ട് ഫേംസ് നൽകിയ ഫാക്ടർ പേയ്മെൻറ്റ്സും ഹൗസ് ഹോൾഡ് അത് യൂസ് ചെയ്ത് കൺസംഷൻ നടത്തുന്ന ആ ഒരു എക്സ്പെൻഡിച്ചർ ഫ്ലോയിനെയാണ് മണി ഫ്ലോ ഓഫ് ദിസ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇനി അടുത്തതിൽ വരുന്നത് ഫിനാൻഷ്യൽ സെക്ടറിൻ്റെതാണ്. എന്ന് വെച്ചാൽ ഈ ഹൗസ് ഹോൾഡ്, നമുക്കറിയാം ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഇൻകം വർദ്ധിക്കുമ്പോൾ ഒരു ഭാഗം സേവിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ സേവിങ്സ് അദ്ദേഹം പല ഫിനാൻഷ്യൽ സെക്ടർ ലൈക്ക് ബാങ്കൊക്കെ പോലെ അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ ഇതേ സമയത്ത് തന്നെ ഈ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫുള്ളായിട്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചറിനുള്ള എമൗണ്ട് ഇല്ലെങ്കിൽ ഈ ബാങ്കിലൊക്കെ തന്നെ പോയി അദ്ദേഹം തിരിച്ച് ബോറോയിങ്സ് കടമായിട്ട് വാങ്ങും. അങ്ങനെ തന്നെ നേരെ തിരിച്ചും ഫേംസിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ലോണുകളെല്ലാം അവർ ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്ന് സ്വീകരിക്കുകയും അവരുടെ എക്സ്ട്രാ പ്രോഫിറ്റൊക്കെ ഈ ഫേംസിലേക്ക് കൊടുക്കുകയും ചെയ്യും. ഇവിടെ സേവിങ്സ് ആയിട്ട് ഹൗസ് ഹോൾഡും ഫേംസും ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് ചെലവഴിക്കുന്ന സമയത്ത് നമ്മുടെ ഇക്കോണമിയിൽ ശരിക്കും സർക്കിൾ ചെയ്യേണ്ട എമൗണ്ട് ഫിനാൻഷ്യൽ സെക്ടറിലാവുകയാണ്. അപ്പോൾ ഇതിനെ ലീക്കേജ് ആയിട്ടാണ് ഇക്കണോമി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ
നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ കടം വാങ്ങി അത് വാങ്ങുന്ന സമയത്ത് ഇക്കോണമിയിൽ എക്സ്ട്രാ എമൗണ്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബോറോയിങ്സ് അഥവാ ഈ കടത്തിനെ നമ്മൾ ഇക്കണോമിയിൽ ഇഞ്ചക്ഷനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ഓരോ പോയിൻറ്റും ABCD എന്ന് വെച്ചിട്ട്, അതുപോലെ മണി ഫ്ലോ ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് റിയൽ ഫ്ലോ ഇൻ ടേംസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത പാർട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.